നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെ ഇരിക്കാനാ മിസ് പറഞ്ഞത് മക്കളോട്? എങ്ങനെ ഇരിക്കേണ്ടത്? എങ്ങനെ ഇരിക്കാനാ പറഞ്ഞത്? ഉമർ ഇരുന്നിട്ടുണ്ട്, ഇഷാനി ഇരുന്നിട്ടുണ്ട്, ഫാത്തിമ കുട്ടി ഇരുന്നിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം അല്ലേ? നിതാഷ മിസ് എങ്ങനെയാ പറഞ്ഞിരിക്കാൻ? കൈ കെട്ടിയിരിക്കാൻ പറഞ്ഞു അല്ലേ? ഇരുന്ന വേഗം. എന്റെ മോനെ ഏബിള് തന്നെ എടുത്തിട്ട് വരുന്നുണ്ട് ചെയറെല്ലാം. ആഹാ, അമ്മ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മൾ എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ആരാ പറയാ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചതെന്ന്? ആദിശ്രീ പറയോ മിസ്സിനോട് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചതെന്ന്? സി എഴുതാൻ പഠിച്ചു അല്ലേ? പിന്നെ എന്താ പഠിച്ചത്? വേർഡ്സ് പഠിച്ചില്ലേ നമ്മള്? സി ഫോർ പിന്നെ C for cat. Then ഒരു വെജിറ്റബിളിന്റെ പേര് കൂടി പഠിച്ചല്ലോ. C for carrot. Then C for carrot. Then C for cake. Very good. നല്ല മോളാണ്. ഇനി ആരാ പറയാ? ഇഷാനി പറഞ്ഞോ. ഇഷാനി അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞ മോളെ. C for cat. C for cat. C for carrot. C for carrot. C for cake. C for cake. Then C for cap. തൊപ്പി പഠിച്ചില്ലേ നമ്മള്? വെരി ഗുഡ്. Then ഷാനി പഠിച്ചു. നെക്സ്റ്റ് ഫാത്തിമ കുട്ടി പറഞ്ഞേ. ഫാത്തിമ മെഹറിൻ. എല്ലാരെ കൊണ്ട് മിസ് പറയിപ്പിക്കുവേ. ഫാത്തിമ മെഹറിൻ പറഞ്ഞോ മിസ്സിനോട്. C for cat. C for cap. C for carrot. C for cake. Cake. Okay, next ഉമർ പറഞ്ഞോ. ഉമർ പറഞ്ഞേ. നല്ല മോനായിട്ട് പറഞ്ഞേ. സി വെച്ച് നമ്മൾ ഏതൊക്കെ വേർഡ്സാ പഠിച്ചെന്ന് പറഞ്ഞേ. പറഞ്ഞ മോനെ. ക്യാപ്പ്, carrot, then cake. Very good. Next ഫാത്തിമ സിദ്ദിഖ് പറഞ്ഞേ. C for the cap. C for the carrot. C for the carrot. For the carrot. C for carrot കേട്ടു മിസ്. ക്യാറ്റും കേട്ടു. പിന്നെ അടുത്തത് ഏതാ? തൊപ്പിക്ക് എന്താ പറയാ ഇംഗ്ലീഷിലേക്ക്? C for cap. പിന്നെ C for cake. Very good. Next ആദിശ്രീ പറഞ്ഞേ. ആദിശ്രീ പറഞ്ഞോ. C for cat. C for cat. cat. C for carrot. C for carrot. C for carrot. C for cake. Cake. The next Muhammad Rafan. മോനെ
സി വെച്ചിട്ട് നമ്മൾ വേർഡ്സ് പഠിച്ചിട്ടില്ലേ? 4 വേർഡ്സ് പഠിച്ചിട്ടില്ലേ? ആ ക്യാബ്. ഇങ്ങോട്ട് നോക്കി പറഞ്ഞേ, ഓർമ്മിച്ച് പറഞ്ഞേ. ക്യാബ്, ക്യാബ്, ക്യാറ്റ്, then carrot, cake. ഓക്കെ. ഷഹൽ മോന് പറഞ്ഞേ, ഷഹൽ പറഞ്ഞേ. പറഞ്ഞോ. C for cake, cat, carrot, cap. Very good. Next അൻവിത കുട്ടി പറഞ്ഞേ. സുന്ദരി വേഗം പറഞ്ഞോ. സി വെച്ചിട്ടുള്ള വേർഡ്സ് പറയണേ, മിസ് അൺമ്യൂട്ട് ചെയ്ത് തരാം. പറഞ്ഞോ, ഒന്നുകൂടി പറഞ്ഞോ. C for cap, C for cat, cat, cap. മിസ് കേട്ടോ? വേറെ 2 എണ്ണം പഠിച്ചിട്ടുണ്ടല്ലോ. കേക്ക്, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ പറയാ? നല്ല മോളാണേ. തനു പറഞ്ഞോ. പറഞ്ഞോ. ഒന്നും കൂടി പഠിച്ചിട്ടുണ്ടല്ലോ മുത്തേ. വെരി ഗുഡ്. നെക്സ്റ്റ് ഉമർ പറഞ്ഞോ? പറഞ്ഞു അല്ലെ. നെക്സ്റ്റ് നിദാശ കുട്ടി പറഞ്ഞോ. ക്യാരറ്റ്, കേക്ക്. വെരി ഗുഡ്. നെക്സ്റ്റ് ഏബിൾ ജിയോ പറഞ്ഞോ. നല്ല മോനല്ലേ പറഞ്ഞേ. എന്റെ മോന്റെ ഉറക്കം പോയിട്ടേ. നല്ല മോനായിട്ട് പറഞ്ഞേ. പറഞ്ഞേ മിസ്സിനെ പറഞ്ഞു കേൾപ്പിക്കാം. സി ഫോർ കാറ്റ് പറഞ്ഞേ. ഏബിളിപ്പോ സ്പീഡിൽ പറയുവേ. ഏബിളിന് ചോക്ക് കൊടുക്കല്ലോ മിസ്. ചോക്ക് കണ്ട? അത് നോക്കി ചോക്ക്. സ്ലേറ്റിൽ എഴുതാൻ ചോക്ക്. നീല കളർ, ബ്ലൂ കളറിലെ ചോക്ക് തരുമല്ലോ മിസ്. പറ വേഗം പറഞ്ഞ. ഇപ്പൊ തരും, ഇപ്പൊ കൊണ്ടുതരും മിസ്. മിസ് പറയുന്ന പോലെ മിസ്സിന്റെ കൂടെ പറഞ്ഞേ. സി ഫോർ ക്യാറ്റ്, ക്യാറ്റ്. നല്ല മോനല്ലേ പറഞ്ഞേ. മിസ് കേൾക്കത്തില്ല. പറ. എന്ത് പറ്റി മോനെ? ഇങ്ങനെയല്ലല്ലോ ക്ലാസ്സിൽ ഉണ്ടാവുക. നമുക്ക് ബുക്ക് വാങ്ങാൻ പോകണ്ടേ? വേഗം പറ. ഇവൾ നല്ല മോനെ. ഇപ്പൊ പറയുമല്ലോ മിസ്സിനോട്. ബുക്ക് വാങ്ങാൻ വരുന്ന സമയത്ത് ബോൾ തരുമല്ലോ മിസ്. ക്യാറ്റ്. ആ ടോപ്പിക് എന്താ പറയാ? ക്യാറ്റ് മിസ് കേട്ടു. പിന്നെ ക്യാപ്പ്. ആ ഓക്കെ. ദെൻ പിന്നെ ആ കേട്ടു. പിന്നെ കേക്ക്. സി ഫോർ കേക്ക് പറ. കേക്കും കൂടി പറഞ്ഞാല് ബോള് തരുവേ. ബലൂണൊക്കെ തരും. പറ. ബലൂണും തരുമല്ലോ മിസ്. കുഴപ്പമില്ല, കുഴപ്പമില്ല. നെക്സ്റ്റ് ടേബിൾ സിൻഡോ പറഞ്ഞ എന്റെ മോൻ. പറഞ്ഞോ. സി ഫോർ ക്യാപ്പ്, ക്യാറ്റ്, ക്യാരറ്റ്,
വെരി ഗുഡ്, നല്ല മോനാണേ. നെക്സ്റ്റ് ആരാ പറയാ? അബ്ദുൽ ബാസിത്ത് പറയോ? വീഡിയോ ഓൺ ആക്കാമോ? അബ്ദുൽ ബാസിത്ത് പറഞ്ഞേ. അയ്യേ, കരയുവോ നിന്റെ മോൻ? കാണിച്ച മിസ്സിന് കാണുന്നില്ലല്ലോ മോനെ. അവനിപ്പൊ പറയുവേ. ക്യാറ്റ് പറഞ്ഞ മിസ്സിന്റെ കൂടെ പറഞ്ഞേ. കാണാലോ. എന്റെ മോൻ പറ. മുണ്ടൂല, മുണ്ടൂല ചോക്ലേറ്റ് തരും. എന്റെ മോൻ പറഞ്ഞാൽ ടീച്ചറും തരും, തരോ ഗിഫ്റ്റ് തരും. എന്റെ മോനിക്ക് പറ. ക്യാപ്പ് പറ, ക്യാപ്പ് പറ. ക്യാപ്പ് പറഞ്ഞ. ക്യാപ്പ് നല്ല മോനായിട്ട് പറഞ്ഞേ. മിസ് കൊണ്ടുതരുമല്ലോ ഇന്ന്. ക്യാപ്പ്. പിന്നെ ക്യാറ്റ്. ഒച്ചത് പറ, എന്നാലേ കേക്കൂ ടീച്ചർ. പിന്നെ ക്യാരറ്റ്. വെരി ഗുഡ്. പിന്നെ എന്താ പഠിച്ചത്? സി ഫോർ കേക്ക്. കേക്ക് വരച്ചിട്ടില്ലേ? കേക്ക് പറ. വെളിച്ചം പറ. ചക്കര മോനാണേ. എന്താ വേണ്ടത് മോന്? ബലൂൺ വേണോ ബോള് വേണോ? ബലൂണാണോ വേണ്ടത് ബോളാണോ വേണ്ടത്? ബലൂണ് വേണം. ഏത് കളറാ വേണ്ടത് മോന്? ഏത് കളറാ വേണ്ടത്? ഗ്രീൻ കളർ വേണോ? പെയിന്റിങ് വേണോ? സ്കൂളിൽ വന്ന് തരുമല്ലോ മിസ്. പഠിക്കണം. പഠിച്ചാല് തരും കേട്ടാ. ഇനി ഉമ്മ പഠിക്കണ്ടല്ലോ, തന്നെ ഇരുന്നോളൂ അവൻ. ഞാൻ പഠിക്കുന്നു. നല്ല മോനാന്ന്. ഓക്കെ ലുബാബക്കുട്ടി, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്തായിരുന്നു? സി വെച്ചിട്ട് കുറച്ച് വേർഡ്സ് ആയിരുന്നില്ലേ? നാളെ മുതൽ കറക്റ്റ് സമയത്ത് വരണേ ക്ലാസ്സില്. പറഞ്ഞേ, എന്തൊക്കെ വേർഡ്സാ പഠിച്ചത്? സി ഫോർ ക്യാപ്പ്. പിന്നെ ക്യാറ്റ്. പിന്നെ ക്യാരറ്റ്. പിന്നെ ഒന്നും കൂടി ഉണ്ടല്ലോ, കേക്ക്. വെരി ഗുഡ്. എല്ലാവരും പറഞ്ഞില്ലേ? എല്ലാവരും മിസ്സിന് പറഞ്ഞു കേൾപ്പിച്ചില്ലേ? ഷാനിക്കുട്ടിക്ക് ഉറക്കം വരുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി ആരും പറയാൻ ബാക്കിയില്ലല്ലോ. ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ? ഹോംവർക്ക് കാണിച്ചേ. നിങ്ങളുടെ ആപ്പിളിന്റെ കളർ കാണിട്ടെ മിസ്. നിങ്ങളുടെ ആപ്പിൾ കാണിച്ചു തന്നേ. വെരി ഗുഡ്, സൂപ്പർ ആണേ. എവിടെ റഫാന്റെ? എവിടെ റഫാൻ? ഏബിൾ ജിയോന്റെ ഒക്കെ ആപ്പിൾ എവിടെ? ഫാത്തിമന്റെ ആപ്പിൾ എവിടെ? ഫാത്തിമ സിദ്ദിഖ്, ആദിശ്രീ ആപ്പിൾ കാണിച്ചെന്ന മിസ്സിന്. നല്ല മക്കളാണേ. മിസ് പറയുന്നത് പോലെ കേൾക്കുന്നുണ്ടല്ലേ? നന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ എല്ലാവരും. ഓക്കെ, നെക്സ്റ്റ് ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ? ടെക്സ്റ്റ് ബുക്കിലെ ക്യാപിറ്റൽ ലെറ്റർ എയും സ്മോൾ ലെറ്റർ എയും എഴുതിയിട്ടുണ്ടോ? അത് കാണിച്ചേ മിസ്സിനെ. കാണുന്നുണ്ട്. ഫാത്തിമ സിദ്ദിഖിന്റെ രണ്ടും കണ്ടിട്ടില്ല മിസ്. എവിടെ പോയി? ടെക്സ്റ്റ് കിട്ടിയിട്ടില്ലേ മുത്തിന്? ഷാരൂലേ, ടെക്സ്റ്റ് വാങ്ങണം വേഗം കേട്ടാ. ഓക്കെ, നമ്മൾ ഇന്ന് പുതിയ ലെറ്റർ പഠിക്കുന്നില്ല. ഇതുവരെ പഠിച്ചത് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം അല്ലേ? അല്ല മക്കളെ, നമ്മൾ ആദ്യം പഠിച്ച ലെറ്റർ ഏതായിരുന്നു? ആദ്യം പഠിച്ചത് ലെറ്റർ മിസ് ഒന്ന് എഴുതാം. ഒരു ലെറ്റർ എഴുതാം. അത് ഏതാന്ന് പറയണേ. ഇതെന്താ? ഏ. അതാരാ പറഞ്ഞത്? ഏ ലുബാബയാണോ പറഞ്ഞത്? ഇതെന്താ? Which letter is this? ഇത് ഏത് ആൽഫബറ്റാ?
A. ഇതേത് ലെറ്ററാ? ഇതേത് ലെറ്ററാ? എല്ലാരും പറഞ്ഞേ. അബ്ദുൽ ബാസിത്ത് പറഞ്ഞ പെയിന്റിംഗ് വേണ്ടേ? വേഗം പറഞ്ഞു. ഇതെന്താ? അൺമ്യൂട്ട് ചെയ്യാണ്ട് പറഞ്ഞോ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ബി. ഓക്കെ, വെരി ഗുഡ്. ഇതേത് ലെറ്ററാ? This one is C. A, B, C. A, B, C. എന്റെ കൂടുതൽ പറയണേ, പാരന്റ്സ് ശ്രദ്ധിക്കണേ. അൺമ്യൂട്ട് ചെയ്യാത്തത് ബഹളായിട്ട് നിങ്ങൾക്ക് തന്നെ ഞാൻ പറയുന്നൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ്. മക്കള് പറയുന്നുണ്ടോന്ന് ശ്രദ്ധിക്കണേ. എ, സൗണ്ടിൽ പറയണ, മിസ്സിനൂടെ കേൾക്കാം. എ, ബി, ബി, സി. എ, ബി, സി. ഒന്നുകൂടി പറഞ്ഞേ, സൗണ്ടില്. മിസ്സിന് കേൾക്കുന്നില്ലല്ലോ. എ, റഫാൻ ഇവിടെ ശ്രദ്ധിക്കണേ. എ, ബി, സി. ഓക്കെ. ഇനി സ്മോൾ ലെറ്റർ എങ്ങനെ എഴുതാൻ നോക്കാലോ. ഇതെന്താ? ഇതേത് ലെറ്ററാ? ഇതേത് ആൽഫബറ്റാ? സ്മോൾ ലെറ്റർ എ. സ്മോൾ ലെറ്റർ എ ആണല്ലേ. ക്യാപിറ്റൽ ലെറ്റർ എ, സ്മോൾ ലെറ്റർ എ. ക്യാപിറ്റൽ ലെറ്റർ എ, സ്മോൾ ലെറ്റർ എ. പിന്നെ സ്മോൾ ലെറ്റർ ബി എഴുതാം മിസ്. B. Small letter B. Capital letter A. Small letter A. Capital letter B. ഇതെന്താ? Small letter B. കുഞ്ഞിതാണല്ലേ. നെക്സ്റ്റ് സ്മോൾ ലെറ്റർ സി എഴുതാലോ. സി. Capital letter A, small letter A, capital letter B. ഇതെന്താ? Small letter B. Capital letter C, small letter C. പഠിച്ചോ? ഇത്രയും പഠിച്ചില്ല? ഒന്ന് എഴുതിയതുപോലെ ആദ്യം ക്യാപിറ്റൽ ലെറ്റേഴ്സ് എഴുതുക. അതിന്റെ അടിയിൽ എന്ത് എഴുതുക? സ്മോൾ ലെറ്റേഴ്സ് എഴുതുക. എഴുതി നോക്കിയോ ഒന്ന് മക്കള്? ഇടാശ കുട്ടി ഒന്ന് എഴുതി നോക്കിയേ. എല്ലാവരും എഴുതണം. തനൂസിന്റെ വീഡിയോ ഓൺ അല്ല. നന്നായിട്ട് നല്ല വൃത്തിയിൽ എഴുതിയേ. നോക്കട്ടെ. ഏബജി എഴുതിയ മോനെ. അതിശ്രീ എഴുതിയിട്ടുണ്ട്. അബ്ദുൽ ബാസിത്ത് എഴുതിയേ. ഗ്രീൻ ബലൂൺ വേണ്ടേ? വേഗം എഴുതിക്കോ. മുഹമ്മദ് റഫാൻ എന്റെ മോനെ എഴുതിയേ. നല്ല മോനല്ലേ എഴുതിയേ. ഏബൽ സിൻഡോ എഴുതിയിട്ടുണ്ട്. ഇഷാനിക്കുട്ടി കാണിച്ചേ. ഓക്കെ മിസ് കണ്ടു. അൻവിത പ്രജീഷ് എഴുതിയിട്ടുണ്ട്. കണ്ടു മിസ്. മുഹമ്മദ് റഫാൻ സി മാത്രല്ലേ എഴുതിയിട്ടുള്ളൂ മോനെ. എ ബി സി എഴുതിയേ. ക്യാപിറ്റൽ ലെറ്റേഴ്സ് സ്മോൾ ലെറ്റേഴ്സ് എഴുതിയേ. ലുബാബ കുട്ടി ക്യാമറയ്ക്ക് അടുത്ത് കാണിച്ച മിസ്സിനെ. കണ്ടല്ലോ മിസ്. ഫാത്തിമ എഴുതിയിട്ട് കണ്ടു മിസ്. ഷഹൽ എഴുതിയിട്ടുണ്ട്.
ABC എഴുതിയിട്ടുണ്ട്. ഇനി ആരാ എഴുതത്തെ? നിഡാഷ കാണിക്കും മിസ്സിനെ. ഏബൽജിയെ കാണിക്ക്. ഫാത്തിമ മെഹറിൻ. തനൂസ് കാണിച്ച മോനെ. ഇതുപോലെയാണ് നോക്കണേ. റഫൻ മുഹമ്മദ് റഫൻ എഴുതിയിട്ട് മിസ് കണ്ടു. ABC. A for apple. A for aeroplane. A for ant. പറഞ്ഞു നോക്കിയേ. A for apple. A for apple. അബ്ദുൽ ബാസിത്ത് എഴുതിയത് കാണിച്ച മിസ്സിനെ. സുന്ദരം കാണിച്ച മിസ്സിനെ. സൂപ്പർ. ബലൂണ് തരേ. തനൂസിനത് മിസ് കണ്ടു. ഫാത്തിമ മെഹറിൻ കാണിച്ചേ. ഇനി ആരാ കാണിക്കാൻ ബാക്കിയുള്ളത്? ഷഹൽ കാണിച്ചോ? ഏബൽജിയെ കാണിച്ചോ മോനെ? ഓക്കെ നോക്കാം. മടിയില്ല കുട്ടികളെ കൊണ്ടൊന്ന് കൈപിടിച്ച് എഴുതിച്ചേ, കുഴപ്പമില്ലേ. അപ്പൊ എ വെച്ചിട്ടുള്ള വേർഡ്സ് പറഞ്ഞു നോക്കാലോ നമുക്ക്. A for apple. A for apple. Next. A for aeroplane. A for aeroplane. Third one. A for ant. A for ant. ഒന്നുകൂടി പറഞ്ഞു നോക്കാം. A for apple. A for apple. Next one. A for aeroplane. A for aeroplane. Third one. A for ant. A for ant. കാണുന്നുണ്ടോ? ഈ 3 വേർഡ്സ് അറിയാവുന്നവർ കന്ന് കൈപൊക്കിയേ. ഈ 3 വേർഡ്സും പറയാൻ പറ്റുന്നവരൊന്ന് കൈപൊക്കിയേ. കാണാതെ പറയാൻ പറ്റുന്നവര്. എ വെച്ചിട്ടുള്ള വേർഡ്സ്. എ വെച്ചിട്ടുള്ള വേർഡ്സ് കാണാതെ പറയാൻ പറ്റുന്നവര് കൈപൊക്കിയേ. ഉമറിന് പറയാൻ പറ്റില്ലേ? പറ്റും. ഓക്കെ then. തനൂസിനെ ഞാൻ കാണുന്നില്ല. ഏബിൾസിന്റെ ഒക്കെ പറയാൻ പറ്റൂല? പറ്റൂ അല്ലേ? A for apple. ഒച്ചത്തിൽ പറയണേ. A for apple. A for aeroplane. A for ant. Ishani, A for ant. Very good. Next one ഏതാ? B. Capital letter B, small letter b. Okay. B for bird. B for bird. Bird. Pakshi. Next one. B for boy. B for boy. Next. B for balloon. B for balloon. And this one is B for banana. B for banana. ഇവിടെ ഒരു വർക്ക് ഉണ്ട് കണ്ടോ? ഇതാണ് നിങ്ങളുടെ ഹോംവർക്ക്. Take Ali to the banana. ഇതാണ് അലി. കണ്ടോ? Take Ali to the banana. ഇവിടെ കണ്ടോ? ഒരു കുട്ടീനെ കണ്ടോ? ഒരു ബോയിനെ കണ്ടോ? ഇവന്റെ പേരാണ് അലി. എന്താ ഇവന്റെ പേര്? അലി. ഇവൻ എന്ത് വേണം? ഈ ബനാന വേണം അല്ലേ? അപ്പൊ നമുക്ക് ഇവനെ ബനാനന്റെ അടുത്തേക്ക് കൊണ്ടുപോണ്ടേ? കണ്ടോ ഒരു വര? ഡോട്ട് ഡോട്ട് കണ്ടോ? അതിലൂടെ പെൻസിൽ കൊണ്ട് കുട്ടികളെ വരപ്പിക്കണേ. പാരന്റ്സിനോടാണ്. ടേക്ക് അലി ടു ദ ബനാന. ഇവിടെ അലീനെ കണ്ടോ നിങ്ങള്? അലിക്ക് ബനാന വേണം പോലും. കൊടുത്തേക്കാം അല്ലെ നമുക്ക്? അപ്പൊ അലീനെ നമുക്ക് ബനാന കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുപോകുക.
വരച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ? ഗ്രൂപ്പിൽ കാണിച്ചു തരണേ മിസ്സിന്, ഗ്രൂപ്പിൽ അയച്ചു തരണേ. ആ മനസ്സിലായില്ലേ? ബനാന എന്താണ്? പഴാണല്ലേ? ഒന്നുകൂടി പറഞ്ഞു നോക്കാലോ ബി വെച്ചിട്ടുള്ള വേർഡ്സ്. ബി ഫോർ ബേർഡ്, ബി ഫോർ ബേർഡ്. ഒച്ചത്തിൽ പറഞ്ഞ അൻവിത. ബി ഫോർ ബേർഡ്, ബി ഫോർ ബോയ്, ബി ഫോർ ബോയ്. പറഞ്ഞേ. ബി ഫോർ ബലൂൺ, ബി ഫോർ ബലൂൺ. ഓക്കെ, നെക്സ്റ്റ് ലെറ്റർ എന്താ? അതുപോലെ തന്നെ വേറുള്ളൊരു ഹോംവർക്ക്. കുട്ടികൾക്ക് നോട്ട്ബുക്കിലെ ഹോംവർക്ക് ഇല്ല. നമ്മൾ എ എഴുതിയിട്ടില്ലേ? എ എഴുതിയതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 9. ബി കണ്ടോ? ക്യാപിറ്റൽ ലെറ്റർ ബി. പാരന്റ്സ് ഒന്ന് ശ്രദ്ധിക്കണേ. ക്യാപിറ്റൽ ലെറ്റർ ബി ഉണ്ട്, സ്മോൾ ലെറ്റർ ബി ഉണ്ട്. അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോ കുട്ടികളെ കൊണ്ട് അതുകൂടി ഒന്ന് എഴുതിപ്പിക്കാം. ക്യാപിറ്റൽ ലെറ്റർ ബി, സ്മോൾ ലെറ്റർ ബി. അപ്പൊ അവരുടെ ഹോംവർക്ക് പേജ് നമ്പർ 9ലാണ്. ക്യാപിറ്റൽ ലെറ്റർ ബിയും സ്മോൾ ലെറ്റർ ബിയും ആണ് എഴുതേണ്ടത്. ഓക്കെ, മനസ്സിലായില്ലേ മക്കളെ? 2 ഹോംവർക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ചെയ്തിട്ട് വരണേ. ആർ യു റെഡി? സേ യെസ് ഓർ നോ. റെഡിയാണ് നിങ്ങൾ ഹോംവർക്ക് ചെയ്യാൻ? റെഡിയാണല്ലേ? ഓക്കെ, നല്ല മക്കളായിട്ട് എഴുതിയിട്ട് വരണേ, മിസ്സിന് അയച്ചു തരണേ. ഓക്കെ, നെക്സ്റ്റ് വൺ. സി കണ്ടോ? നെക്സ്റ്റ് ആൽഫബറ്റ് എന്താണ്? സി ആണല്ലേ? സി ഫോർ ക്യാപ്, സി ഫോർ ക്യാപ്, സി ഫോർ ക്യാപ്. പറഞ്ഞേ. സി ഫോർ ക്യാപ്. നെക്സ്റ്റ് സി ഫോർ ക്യാറ്റ്, സി ഫോർ ക്യാറ്റ്. എന്റെ കൂട്ടത്തിൽ പറയണേ. സി ഫോർ ക്യാറ്റ്. നെക്സ്റ്റ് സി ഫോർ ക്യാരറ്റ്, സി ഫോർ ക്യാരറ്റ്, സി ഫോർ ക്യാരറ്റ്. ഇതെന്താ? വാട്ട് ഇസ് ദിസ്? ദിസ് ഇസ് കേക്ക്. സി ഫോർ കേക്ക്, സി ഫോർ കേക്ക്. എന്ന് നമ്മുടെ റൈം ഒന്ന് പാടിയേ. റൈം. എ ഫോർ ആപ്പിൾ, എ ഫോർ ആപ്പിൾ ആൻഡ് എ ഫോർ ആൻഡ്. എന്റെ കൂട്ടത്തിൽ പാടണേ, മിസ്സിന്റെ കൂട്ടത്തില്. എ ഫോർ ആപ്പിൾ ആൻഡ് എ ഫോർ ആൻഡ്. നെക്സ്റ്റ് വൺ ബി. B for bat and B for ball, B for bat and B for ball. ഏതൊക്കെ ഏത് ലെറ്റേഴ്സ് വെച്ച പാടി നമ്മളിപ്പോ? എയും ബിയും അല്ലേ? ഒന്നേതാ? A for apple and A for ant. Second one, B for bat and B for ball. Third one in the C. C for cat and C for cap. Very good. ആദിശ്രീ പാടുന്നത് ഇവിടെ കേൾക്കുന്നുണ്ട്. എന്റെ കൂട്ടത്തിൽ പാടണേ. A for apple and A for ant. B for bat and B for ball. C for cat and C for cap. ആരാ പാടിയതൊന്ന്? ആരിതൊന്ന് മിസ്സിന് ചൊല്ലിത്തരി. ഇപ്പോ ആരാ മിസ്സിന് ചൊല്ലി? ആദിശ്രീ റെഡിയാണ്, പിന്നെ ഷഹൽ റെഡിയാണ്, ഉമർ റെഡിയാണ്, ഫാത്തിമ, മെഹർ, ഇൻഷാനി ഒക്കെ റെഡിയാണ് അല്ലേ? ആദ്യം കൈവക്കിയതാരാ? ആദിശ്രീ അല്ലേ? ഓക്കെ. A for apple and A for ant. B for ball and B for bat. B for cap and C for cat. വെരി ഗുഡ്. നല്ല മോളാണ്, ചക്കര മോളാണ് കേട്ടാ. നെക്സ്റ്റ് ആരാ കൈവക്കിയത്? ഷഹല് അല്ലേ? പഠിക്കോ? Apple. അതല്ല മുത്തേ, നമ്മുടെ റൈമ് ചൊല്ലിയേ. A for apple, A for
B B for for cat. B for ball. C for cat. and C for cap. E for Very good. Next ആരാ കൈപൊക്കിയത്? നെക്സ്റ്റ് കൈപൊക്കിയത് ആരാ? ലുബാബ പാടുന്നുണ്ടോ? പാടുന്നുണ്ടോ മോള്? ഓക്കെ then. മിസ്സിനെ കേൾക്കുന്നില്ലല്ലോ മുത്ത, ഒരു മിനിറ്റ് പാടിക്കോ. apple. E for dog. A for apple and A for ant. B for ball. And B for ball. ആനുവിന് പാടി. For apple. A for B for bat. സൂപ്പർ ആണേ. അടുത്ത ക്ലാസ്സിലേക്ക് മൊത്തം പഠിച്ചിട്ട് വരണം കേട്ടാ. ഓക്കെ, ഫാത്തിമ മെഹറിൻ പാടിക്കോ. ആറ്റുമുത്ത ഒരു മിനിറ്റ് പാടിക്കോ. A for ant. B for ball. B for boy. C for cat. C for cap. വെരി ഗുഡ്. സുന്ദരിക്കുട്ടി നല്ലോണം പാടിയിട്ടുണ്ട്. ഇനി ആരാ പാടുക? ഇഷാനിക്ക് ഉറക്കം വരുന്നത്. ഇഷാന് പാടട്ടെ. ഒരു മിനിറ്റ് മുത്തേ, പാടിക്കോ. A for apple. A for apple. A for ant. B for ball. B for bat. C for cat. Cap. വെരി ഗുഡ്. അടുത്തത് ആരാ പാടുക? ഇനി ആരാ പാടുക മിസ്സിന്? ആരാ പാടിത്തരുക? ജിയോ പാടിത്തരുവോ? ഉമർ പാടിത്തരുവോ? അല്ലേ? കേൾക്കുന്നില്ല മുത്തേ, ഒച്ചത്തിൽ പാടിയേ. എന്റെ മോൻ പാടുന്നത് ഇവിടെ കേൾക്കുന്നില്ലല്ലോ. കാണാം മിസ്സിന് ഇവിടുന്ന് പാടുന്നത്, കേൾക്കുന്നില്ല. സൂപ്പറാണേ. മിസ് ഒന്നും കേൾക്കുന്നില്ല. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പാടാം അല്ലേ? ഒന്നും കേൾക്കുന്നില്ലല്ലോ ഇവിടെ. നമുക്ക് മിസ്സിന്റെ ഫോൺ വിളിച്ചിട്ട് പാടി തന്നാ മതിയേ കേട്ടാ. ഓക്കെ, ഇനി ആരാ പാടുക? കഴിഞ്ഞോ എല്ലാവരും? അടുത്ത ക്ലാസ്സിലേക്ക് ഇത് പഠിച്ചിട്ട് വരണേ. റൈമ് പഠിച്ചിട്ട് വരണം. ഹോംവർക്ക് ചെയ്തിട്ട് വരണം. പിന്നെ എന്ത് വേണം? നമ്മുടെ അലി ഇല്ലേ, അലീനെ ആ ബനാനയിലേക്ക് വരച്ചു വെക്കണം. എല്ലാം ചെയ്തിട്ട് നല്ല മക്കളായിട്ട് വരണേ. അബ്ദുൽ ബാസിത്ത് നല്ല മോനായിട്ട് വരണം കേട്ടാ. അതുപോലെ ഏബിൾ ജിയോ അടുത്ത ക്ലാസ്സിൽ നല്ല മോനായിട്ട് വരണം. എന്നാലേ മിസ് ബലൂണും ബോളൊക്കെ തരൂ. ഓക്കെ, എന്നാ ഇന്നത്തെ ക്ലാസ് നിർത്തിയാലോ? വൈൻഡപ്പ് ചെയ്താലോ? അടുത്ത ക്ലാസ്സിൽ കാണാം അല്ലേ നമുക്ക്. ബൈ, see you, tata, bye.